ഹായ് കൂട്ടുകാരെ, നമ്മളിന്ന് നോക്കാൻ പോണത് എൽ ജി ഫ്രണ്ട് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ്റെ സ്മാർട്ട് ഇൻവെർട്ടർ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ്റെ എന്താണ് പ്രോബ്ലം എന്നുള്ളത് നോക്കാനാണ് ഇപ്പോൾ ഈ എറർ വരുന്നത്. ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനാണ്, എൽ ജിയുടെ സ്മാർട്ട് ഇൻവെർട്ടർ. ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്ത് സ്റ്റാർട്ട് ബട്ടൺ കൊടുത്തു. 2 സെക്കൻഡ് കൊണ്ട് തന്നെ PE എറർ വന്നു. ഈ PE എറർ വന്നു കഴിഞ്ഞാൽ ഒന്നും വർക്കാവത്തില്ല. വാഷിങ്ങും റിങ്സും സ്പിന്നൊന്നും വർക്കാവില്ല. നമ്മൾ ഓഫ് ചെയ്തു. അതിൻ്റെ പുറകിൽ 2 സ്ക്രൂ ഉണ്ട്, അതുകൊണ്ടില്ല 2 സ്ക്രൂ ഉണ്ട്. പുറകിലുള്ള കവറിൽ 2 സ്ക്രൂ അഴിക്കുക. രണ്ട് സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ ആ കവറ് വളരെ സിമ്പിളായിട്ട് കൈ കൊണ്ട് തന്നെ നമുക്ക് പേർത്തിയെടുക്കാവുന്ന കാര്യമുള്ളൂ. അത് പേർത്തിയെടുത്തു. അതിൻ്റെ ഉള്ളിൽ വാട്ടർ പ്രഷർ സെൻസർ വരുന്നുണ്ട്, കണ്ടില്ലേ? ഇതാണ് വാട്ടർ പ്രഷർ സെൻസർ. അത് എൽ ജിയുടെ ഇൻവെർട്ടർ ടൈപ്പിൻ്റെ തന്നെ ഒറിജിനൽ വാങ്ങിക്കുക. അത് കണക്ട് ചെയ്യാൻ വളരെ സിമ്പിളാണ്. അതിൽ 3 പിന്നാണ്, ഒരു ജാക്കാണ് വരുന്നത്. ആ ജാക്ക് അഴിച്ചിട്ട് പഴതിൻ്റെ അഴിച്ചിട്ട് ഇതിൽ കൊടുക്കുക. അതിൽ വരുന്ന പുതിയ ഓസോടെ വരും. ആ പുതിയ ഓസും പുതിയ ഓസ് അഴിച്ചിട്ട് അതിൽ തന്നെ കണക്ട് ചെയ്യാൻ നോക്കുക. പഴയ ഓസ് അഴിച്ച് മാറ്റുക. ചിലപ്പോൾ പഴയ ഓസിൽ വല്ല ഹോളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, വലിയ ചെറിയ ഹോൾ ഉണ്ടെങ്കിൽ അറിയാൻ കഴിയില്ല. അപ്പോൾ വീണ്ടും ഇതേ കംപ്ലൈൻറ്റ് വരും. നമ്മളത് അഴിച്ച് മാറ്റി പുതിയ പ്രഷർ സെൻസർ ഫിറ്റ് ചെയ്തു, അടിയിൽ ഫിറ്റ് ചെയ്തു, എല്ലാം ഫിറ്റ് ചെയ്ത് കണക്റ്റാക്കി ഞങ്ങൾക്കിനി ഇതേപോലെ തന്നെ വെച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം വർക്കിംഗ് ആണോ എന്ന്. ഓൺ ചെയ്തു, സ്റ്റാർട്ട് ബട്ടൺ കൊടുത്തു. നേരത്തെ 2 സെക്കൻഡ് കൊണ്ട് PE എറർ വന്നതാണ്. ഇപ്പോൾ അത് 2 സെക്കൻഡിൽ കൂടുതൽ വർക്കാവുന്നുണ്ട്. ഡ്രമ്മ് കറങ്ങുന്നുണ്ടോ നോക്കാം. എറർ റെക്കോർഡില്ല. അത് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ബ്ലിങ്ക് ചെയ്യുന്ന പറഞ്ഞാൽ കുറച്ചൊന്ന് കറങ്ങും. ആദ്യം സ്റ്റാർട്ടിങ് കറങ്ങും. അതാ ഡ്രമ്മ് കറങ്ങുന്നുണ്ട്. നിങ്ങൾ കാണാൻ കഴിയുന്നുണ്ടോ അറിയില്ല. ഡ്രമ്മ് കറങ്ങുന്നുണ്ട് ചെറുതായിട്ട്. സ്മാർട്ട് ഇൻവെർട്ടറിൽ ഡ്രമ്മ് ആദ്യം ഒന്ന് കറങ്ങും. തുണിയെല്ലാം ഒന്ന് ലെവലാക്കി കഴിഞ്ഞ ശേഷമാണ് വെള്ളം വരത്തുള്ളൂ. ഡ്രമ്മ് കറങ്ങുന്നുണ്ട്. തുണിയില്ലാതെ വെള്ളമില്ലാതെ തന്നെ ഒന്ന് കറങ്ങും. ഇല്ല, ഡ്രമ്മ് കറങ്ങുന്നത് കണ്ടില്ലേ? നേരത്തെ ഇത്രയും ടൈം നമുക്ക് കിട്ടിയില്ല. ഓൺ ചെയ്ത് തന്നെ വന്നു. ഇപ്പോൾ 37 സെക്കൻഡ് വന്നു. ഇപ്പോൾ ഇനി ഇൻലെറ്റ് വാൾവ് വർക്ക് ചെയ്യും. നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ഓൺ ചെയ്യാം. ഓൺ ചെയ്ത് സ്പിൻ ടൈപ്പ് മോഡൽ ഇട്ട് നോക്കാം. 12 വന്നു. നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ കൊടുക്കുന്നു. സ്റ്റാർട്ട് ബട്ടൺ കൊടുത്ത് അപ്പം തന്നെ വർക്കാവില്ല. ട്രെയിൻ മോട്ടോർ വർക്കാവണം. വർക്കായി ഒരു 2 മിനിറ്റ് കഴിയും. 2 മിനിറ്റ് കഴിഞ്ഞ ശേഷമേ ഡ്രമ്മ് വർക്കാവത്തുള്ളൂ. നേരത്തെ ഇതേപോലെ ഒരു ഫംഗ്ഷനും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ 12 ഇപ്പോൾ 9 എത്തി. 12 കുറഞ്ഞ് 9 ആയി. ഇപ്പോൾ കറങ്ങണം. ഡ്രമ്മ് കറങ്ങുന്നുണ്ട്. ആദ്യം വളരെ സ്പീഡ് കുറഞ്ഞിട്ടേ കറങ്ങുള്ളൂ. ഇൻവെർട്ടർ ടൈപ്പാണ്. എൽ ജിയുടെ ഇൻവെർട്ടർ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ആദ്യം വളരെ പതുക്കെ കറങ്ങത്തുള്ളൂ. ഒരു 6 എത്തുമ്പോഴേ ഇത്തിരി സ്പീഡ് കൂടത്തുള്ളൂ. സമയം കുറഞ്ഞ് വന്നിട്ട് ഇപ്പോഴും അത്യാവശ്യം തുണിയില്ലാത്തതുകൊണ്ടാണ് സ്പീഡുണ്ട്. കറങ്ങുന്നുണ്ടല്ലോ, ഡ്രമ്മ് കറങ്ങുന്നുണ്ട്. അപ്പോൾ ആ PE എന്നുള്ള എറർ പൂർണ്ണമായി ഒഴിവായി. ഇപ്പോൾ അത്യാവശ്യം 8 സെക്കൻഡിലായി. ഇനി വർക്കിംഗ് ആണ്, കണ്ടീഷനാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.